നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്പർ സീക്വൻസ് എന്താണെന്ന് കണ്ടു അല്ലേ. ഇനി നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈവൺ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്താണെന്ന് അറിയാം അല്ലേ. ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൂലേ. ഇതാണ് ഈവൺ നമ്പറിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിലത്തെ നെക്സ്റ്റ് നമ്പർ എന്താ ഈ സീക്വൻസിൻ്റെ പ്രത്യേകത? ഇത് നമുക്ക് പറയാൻ പറ്റും. ഇതെന്താണ്? നെക്സ്റ്റ് നമ്പർ നമുക്ക് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. അടുത്തത് വരിക 10 വരും അല്ലേ. അങ്ങനെ 2 ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഇത്. ഇനി ഈവൺ നമ്പറിൻ്റെ സീക്വൻസ് എന്താണ്? ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ 1, 3, 5 എക്സെട്ര അല്ലേ. ഇതിലും നമുക്ക് അടുത്ത നമ്പർ എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത നമ്പർ എന്താ വരിക? 7. അതായത് 2 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടെ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സീക്വൻസിലും 2 ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈവൺ നമ്പറിൻ്റെ സീക്വൻസിൽ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ 2 ആണ്, എന്നിട്ട് 2 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. സെക്കൻഡ് നമ്മുടെ ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിലാണ് അവിടെ വ്യത്യാസം വരുന്നത്. അതിനുശേഷം 2 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടുല്ലോ. ഇനി നമുക്ക് ഹാഫ് നാച്ചുറൽ നമ്പറിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഹാഫ് 1, 1.5 എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇതിൻ്റെ അടുത്ത നമ്പർ എന്താ വരിക? നമുക്കിനി 2 വരും അല്ലേ. ഹാഫാണ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഫിക്സഡ് നമ്പറാണ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ കുറച്ച് സീക്വൻസസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റി ചെയ്തതായിരുന്നു ദ സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺസ്. ഔട്ടർ ആംഗിൾസ് എല്ലാത്തിൻ്റെയും 360 ആണ് അല്ലേ. അപ്പോൾ 360, 360, 360 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റി പേജ് നമ്പർ 9 8 and 9 ചെയ്തതായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് വരുന്നത് 360 വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണ് ആഡ് ചെയ്യണത്? ഇവിടെ 0 അല്ലേ. സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആഡ് 0 ആണ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 360 തുടങ്ങി 0 ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഇത്. ഇനി നമുക്ക് വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് എ ടാങ്ക് കണ്ടെയ്നിങ് 100 ലിറ്റേഴ്സ് ഉള്ള ഒരു വാട്ടർ ടാങ്ക്. അതിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അറ്റ് ദ റേറ്റ് ഓഫ് 5 ലിറ്റേഴ്സ് ഇൻ ഈച്ച് അവർ. ഓരോ മണിക്കൂറിലും 5 ലിറ്റർ വെച്ചിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൽ ബാക്കി എത്ര വെള്ളം ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു സീക്വൻസ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? ആദ്യം 100 ആയിരുന്നു അല്ലേ. അപ്പോൾ ആദ്യത്തെ അവറിൽ 5 ലിറ്റർ പോയി കഴിഞ്ഞാൽ എത്ര വരും? 95 ലിറ്റർ ആയി. വീണ്ടും 5 ലിറ്റർ വെള്ളം പോയി കഴിഞ്ഞാൽ 90 ലിറ്റർ ആയി. വീണ്ടും 5 ലിറ്റർ പോയി കഴിഞ്ഞാൽ 85 പോവും അല്ലേ. ഇങ്ങനെ ആ സീക്വൻസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 95, 90, 85 എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ആക്ച്വലി നമ്മൾ ആഡ് ചെയ്യാണോ ചെയ്യണത്? അല്ല. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ സബ്ട്രാക്റ്റിംഗ് 5 ആണ് അല്ലേ. ആക്ച്വലി 95 നമ്മൾ 5 കുറച്ചപ്പോൾ 90, 90ൽ നിന്ന് വീണ്ടും 5 കുറച്ചപ്പോൾ 85, അങ്ങനെ 5 അവിടെ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് അഡീഷണൽ രീതിയിൽ പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ആഡ് -5. കണ്ടോ? സബ്ട്രാക്ട് 5 ആണ്. പക്ഷെ നമുക്ക് വേണ്ട സീക്വൻസ് എന്താണ്? നമുക്ക് സീക്വൻസ് പറയുമ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ആഡ് എന്ന് പറയാം അല്ലേ. ഒരു നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത നമ്പർ കിട്ടുക. അപ്പോൾ സബ്ട്രാക്ട് 5 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആഡ് -5. 95ൻ്റെ കൂടെ -5 ആഡ് ചെയ്ത് എന്താവും? 90. 90യുടെ കൂടെ -5 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 85. അപ്പോൾ ആ സീക്വൻസിനെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ സീക്വൻസൂടെ കണ്ടു അല്ലേ. നമ്മുടെ ഈവൺ നമ്പർ 2, 4, 6, 8 അത് സ്റ്റാർട്ട് ഫ്രം 2 ആണ്. എന്നിട്ട് ടു നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓഡ് നമ്പറിൻ്റെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം 1 and 2 ആഡ് ചെയ്തു. അങ്ങനെ എല്ലാ സീക്വൻസും നമ്മൾ ഇവിടെ കണ്ടു അല്ലേ. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റും? എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്? ഒരു സീക്വൻസ് ആണത് സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ. ഏതെങ്കിലും നമ്പർ 1ലോ 2ലോ 3ലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഓരോന്നിൻ്റെയും കൂടെ ആ സെയിം നമ്പറാണ് റിപ്പീറ്റ് ആയിട്ട് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സീക്വൻസ് നമ്മൾ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഈ സീക്വൻസിലത്തെ ഓരോ
നമ്പറിനെയും, ഇപ്പോൾ ആദ്യത്തെ സീക്വൻസ് കണ്ടു നമ്മുടെ ഈവൻ നമ്പറിൻ്റെ സീക്വൻസ്, ഇതിലെ ഓരോ നമ്പറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടേംസ്. അപ്പോൾ ഇതിലെ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, 4 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, 6 എന്ന് പറയുന്നത് തേർഡ് ടേം, 8 എന്ന് പറയുന്നത് ഫോർത്ത് ടേം, അങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ നമ്പറിനെയും വിളിക്കുന്ന പേരാണ് ടേംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് കോമൺ ഡിഫറൻസ്? അപ്പോൾ ടേം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത ഒരു പദം നമ്മൾ പരിചയപ്പെടുകയാണ്, കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? അപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തിട്ട് തുടങ്ങാം. ഇപ്പോൾ നോക്കിയേ, ഈ സെയിം സീക്വൻസ് തന്നെ എടുക്കാം. 2, 4, 6, 8, 10 എക്സെട്ര. ഈവൻ നമ്പറിൻ്റെ സീക്വൻസ്. ഈ സീക്വൻസിൽ നമ്മൾ പറഞ്ഞു ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 4 - 2 2. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? അഗെയിൻ 2 കിട്ടി. ഇനി ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ അടുത്തടുത്തിട്ടുള്ള 2 ടേമുകൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ, അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതായിരിക്കും, ആ നമ്പറാണ് നമ്മുടെ എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു സീക്വൻസ് കണ്ടോ, 10, 13, 16, 19, 22. നോക്കിയേ, ഇവിടെ ഏത് നമ്പറാണ് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? 3 ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ടേംസുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ഇനി സെയിം സീക്വൻസ്, ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി നമ്മൾ ഇവിടെ 10 തന്നെ സ്റ്റാർട്ട് ചെയ്തു 3 സബ്ട്രാക്ട് ചെയ്യണ ഒരു സീക്വൻസ് നോക്കാം. അപ്പോൾ 3 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്തായി? 7. വീണ്ടും ചെയ്തപ്പം 4. വീണ്ടും 3 കുറച്ചപ്പം 1. വീണ്ടും പോയപ്പോൾ -2. അപ്പം 10 സ്റ്റാർട്ട് ചെയ്തു, 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് 10, 13, 16, 19, 22 എക്സെട്ര അങ്ങനെയാണ്. 10 തന്നെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ 3 നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 10, 7, 4, 1, -2 അങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അങ്ങനെ നമ്മൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേറൊരു സീക്വൻസും കൂടി നോക്കാം. 1, 4, 7. ഇവിടെ എങ്ങനെയാണ്? 1 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ 3 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ദ ഡിവിഷൻ, the natural numbers starting which leave remainder 1, division of 3. അതല്ല ഈ സീക്വൻസ്. നമ്മൾ ഏതെങ്കിലും നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരണം? 1 വരണം. അങ്ങനെയുള്ള സീക്വൻസ് ആണ് 1, 4, 7. കണ്ട, 1 എന്ന് പറയുന്നത് 0 × 3 + 1 അല്ലേ? 4 എന്ന് പറയുമ്പോൾ നമ്മൾ 3 × 1 + 1. അടുത്തത് 3 × 2 + 1. കണ്ടോ? അപ്പോൾ നമുക്ക് 7 കിട്ടി. അതിങ്ങനെയാണ് സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ അടുത്ത ടേം നമുക്ക് പറയാൻ പറ്റൂല, എന്താണത്? 10. അതായത് 3 × 3 + 1 10. അപ്പോൾ നമുക്ക് അടുത്ത സീക്വൻസ്, ആ സീക്വൻസിലെ അടുത്ത ടേം എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ. ഇനി നമുക്ക് അടുത്തത് വരാൻ പോകുന്നത് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി പേജ് നമ്പർ 13. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, പിന്നെ അതിൻ്റെ ടേംസും കോമൺ ഡിഫറൻസും എന്താണ്, എങ്ങനെയാണ് ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പേജ് നമ്പർ 13 കൊടുത്തിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. താങ്ക്